അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ, നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവന് മുൻപേ അയക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സുവിശേഷ വിചിന്തനം. സ്നാനം, അനുതാപം, പ്രാർത്ഥന എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചുള്ള തർക്കം ഒരു പശ്ചാത്തലമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു. സ്നാപക യോഹന്നാൻ നൽകിയ സ്നാനം അനുതാപത്തിന്റെ സ്നാനമാണ്. യേശു നൽകിയ സ്നാനം സ്വീകരിക്കാൻ അനുതാപം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അനുതാപം ദൈവത്തിന്റെ ദാനമാണ്. അനുതാപപൂർണമായ സ്നാനം സ്വീകരിക്കുന്നതിലും പരികർമ്മം ചെയ്യുന്നതിലും നമ്മൾ സന്തോഷിക്കണമെന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. അനുതാപം വേണ്ടത് പാപികൾക്കാണ്. പാപം 2 തരമുണ്ട്. 1 മരണാർഹമല്ലാത്ത പാപം, 2 മരണാർഹമായ പാപം. അതുപോലെ പ്രാർത്ഥനയും 2 തരമുണ്ട്. 1 ദൈവപുത്രന്റെ ഇഷ്ടാനുസരണമുള്ള പ്രാർത്ഥന, 2 ദൈവപുത്രന്റെ ഇഷ്ടാനുസൃതമല്ലാത്ത പ്രാർത്ഥന. മരണാർഹമല്ലാത്ത പാപം ചെയ്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവപുത്രന്റെ ഇഷ്ടത്തിന് അനുസൃതമാണെന്നാണ് യോഹന്നാന്റെ 1-ാം ലേഖനം ഓർമ്മിപ്പിക്കുന്നു.